നൗ ഐ ബിക്കേം ഡെത്ത്, ദ ഡിസ്ട്രോയർ ഓഫ് വേൾഡ്സ്. ആറ്റം ബോംബിൻ്റെ സൃഷ്ടാവായ ഓപ്പൻഹൈമർ ആറ്റം ബോംബിനെ പറ്റി പറഞ്ഞ ഒരു വാക്യമാണിത്. ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് ആ വാക്യം. അതിനോടൊപ്പം തന്നെ വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ പറയുണ്ടായി, മനുഷ്യരാശിയുടെ ഭാവി മനുഷ്യൻ എങ്ങനെ ആറ്റമുകളെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനനുസരിച്ചായിരിക്കും. ഇന്ന് നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ നമ്മൾ പ്രധാനമായും കേൾക്കുന്ന ഒന്നാണ് ആണവ സമ്പുഷ്ടീകരണം, ആണവ ആയുധം, ആണവ നിർവ്യാപന കരാർ. ഈ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. പറഞ്ഞു വന്നത് ഇറാൻ ഇസ്രായേൽ യുദ്ധവും എങ്ങനെയാണ് ആണവായുധങ്ങൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാരണമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം നടത്താൻ പാടില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം. അമേരിക്കയും ഏതാണ്ട് സമാനമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എന്താണ് ഈ ആണവ സമ്പുഷ്ടീകരണം? ശരിക്കും ഈ യുറാനിയം എന്ന് പറയുന്ന സംഭവം, നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന യുറാനിയം അത്ര പാടാണോ കിട്ടുക? ഒന്നാമതായി, യുറാനിയം എന്ന് പറയുന്ന സാധനം ലോകത്ത് വളരെയധികം ഈസി ആയിട്ട് കിട്ടുന്ന ഒരു എലമെൻ്റാണ്. അത് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഓസ്ട്രേലിയയിലാണ്. ഏതാണ്ട് 1.7 മില്യൺ ടൺ ഓസ്ട്രേലിയയിലുണ്ട്, കസാക്കിസ്ഥാനിലുണ്ട്, കാനഡയിലുണ്ട്. കാനഡ, ഓസ്ട്രേലിയ, കസാക്കിസ്ഥാനും കൂടെ ലോകത്തിൻ്റെ 50% യുറാനിയം ഓർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ പറയണേ യുറാനിയം 238 U-238 എന്നാണ്. ഇത് നമുക്ക് ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കാം. ചിലപ്പോൾ കോപ്പർ കുഴിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് യുറാനിയം കിട്ടും. ഇന്ത്യയിലുണ്ട് നല്ല തോതിലുള്ള യുറാനിയം ഡെപ്പോസിറ്റ്സ് ഉണ്ട്. എല്ലാ രാജ്യങ്ങളിലും യുറാനിയം ഡെപ്പോസിറ്റ്, 60ഓളം രാജ്യങ്ങളിൽ യുറാനിയം ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, എന്താണ് ഇതിൻ്റെ ഈ പ്രത്യേകത? ഈ ബോംബ് ഉണ്ടാക്കുന്ന ഇത്ര ഈസിയായിട്ട് കിട്ടുന്ന യുറേനിയം എന്തിനാണ് ഇത്ര പ്രശ്നമുള്ള ഒരു വസ്തുവായി മാറുന്നതെന്നുള്ളതാണ്. അതിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത്. അതായത് യുറേനിയം 238 നമുക്ക് കുഴിച്ച് എടുക്കാൻ സാധിക്കുന്ന ഭൂമിയിൽ നിന്ന്. അങ്ങനെ കുഴിച്ചെടുക്കുന്ന യുറാനിയം 238 99.3% യുറാനിയം 238 ആയിരിക്കും. 0.7% യുറാനിയം 235 ആയിരിക്കും, U-235. ഈ U-235 ഇവിടുത്തെ വില്ലൻ. അപ്പോൾ ഈ U-235 സംഭവം 0.7% ആണുള്ളത്. ഇതിനെ യുറാനിയത്തിൽ നിന്നും വേർതിരിച്ച്, എങ്ങനെയാണ് വേർതിരിക്കുന്നതെന്ന് ഞാൻ പറയാം. യുറാനിയത്തിൽ നിന്നും വേർതിരിച്ച് എല്ലാം കൂടെ ചുരുക്കി ഒരു പന്ത് പോലെ പരുവത്തിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, വളരെ ചേർത്ത് വച്ച് കഴിഞ്ഞാൽ ഇവൻ ഒരു വലിയ പ്രശ്നക്കാരനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അങ്ങനെ ചേർത്ത് വയ്ക്കുന്നതിനാണ് നമ്മൾ ആറ്റം ബോംബെന്ന് പറയുന്നത്. ഈ ചേർത്ത് വച്ചിരിക്കുന്ന യുറാനിയം 235 അകത്തോട്ട് ഇതൊരു ഐസോട്ടോപ്പാണ്. ഐസോട്ടോപ്പ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് കെമിസ്ട്രിയിൽ ഇനി കൂടുതൽ വിശകലനത്തിലേക്ക് പോകും. അപ്പോൾ ഈ ഇരിക്കുന്ന U-35 അകത്തോട്ട് ഒരു ന്യൂട്രോൺ. അപ്പോൾ ന്യൂട്രോൺ എന്താണെന്ന് നമുക്കറിയാലോ. നമുക്കൊരു ആറ്റത്തിൽ 3 പാർട്ടിക്കിൾസാണുള്ളത്. ഒരു ഇലക്ട്രോൺ, ഒരു പ്രോട്ടോൺ, ഒരു ന്യൂട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നിരിക്കും, ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ന്യൂട്രോൺ ഈ U-35 കൊണ്ടങ്ങ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ U-35 എന്ത് സംഭവിക്കുന്നു? U-35 ഏതെങ്കിലും ഒരു ആറ്റത്തിലോട്ട് ഒരു ന്യൂട്രോൺ ഒന്ന് ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറ്റം പടയെന്നങ്ങ് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആകുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, ഭയങ്കരമായ എനർജി റിലീസാവും. 2, വേറെ 2-3 ന്യൂട്രോണും കൂടെ അഡീഷണൽ ആയിട്ട് റിലീസാവും. ഈ റിലീസാവുന്ന ന്യൂട്രോൺസ് എന്ത് ചെയ്യും? അടുത്ത ആറ്റത്തിനെ പോയി ഹിറ്റ് ചെയ്യും. അങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷനായി പോകും. ഇതിനാണ് നമ്മൾ ഫിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ സംഭവം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും 10 മടങ്ങ് വേഗതയിൽ എനർജി റിലീസ് ചെയ്യും. ഈ എനർജിയാണ് ശരിക്കും ആറ്റം ബോംബായിട്ട് നമുക്ക് വരുന്നത്. എന്നുവെച്ചാൽ വളരെ വേഗത്തിൽ ഈ റിയാക്ഷൻ നടക്കുകയും വളരെ പെട്ടെന്ന് ഒരു ഹ്യൂജ് ബ്ലാസ്റ്റ് നടക്കുകയൊക്കെ ചെയ്യും. ഈ ബ്ലാസ്റ്റ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓക്സിജൻ അതുപോലുള്ള കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ട്, അതിലോട്ടൊന്നും പോകുന്നില്ല. പക്ഷേ വലിയൊരു ബ്ലാസ്റ്റ് നടക്കും. ഇതാണ് ശരിക്കും ആറ്റം ബോംബ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് ഈ യുറാനിയം അല്ലെങ്കിൽ ആണവ സമ്പുഷ്ടീകരണം? ആണവ സമ്പുഷ്ടീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U-238 അല്ലെങ്കിൽ യുറാനിയം 230 നമ്മൾ കുഴിച്ചെടുക്കുന്ന യുറാനിയം 238 അതിൽ നിന്നും ഈ 235 സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഈ ആണവ സമ്പുഷ്ടീകരണം. ഇത് 3 ലെവലിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, ലോ ലെവൽ എൻറിച്ച്മെൻറ്റ്. ഈ ലോ ലെവൽ എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 5% വരെയുള്ള യുറാനിയം
പിന്നെ 235 എടുക്കുക, അത്രയും മാത്രം എടുക്കുക, അതിനെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്? പവർ, ന്യൂക്ലിയർ ജനറേറ്റേഴ്സ് അതുപോലുള്ള സാധനത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഏറ്റവും സേഫായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പവർ കിട്ടാൻ എളുപ്പത്തിലുള്ള ഒരു സംഭവമാണ് നമ്മുടെ ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. പലപ്പോഴും നമ്മുടെ ഹിസ്റ്റോറിക്കലി നടന്ന പല ഈവൻറ്റ്സ് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ആ ഈവൻറ്റ്സ് കാരണം നമ്മൾ ന്യൂക്ലിയർ പവറിനെ ഒരുപാട് പേടിക്കുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല, ഏറ്റവും കുറച്ച് റിസ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പവർ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. അപ്പോൾ ഇതാണ് ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സിന് ഈ 3 to 5% U-235 ഉണ്ടെങ്കിൽ നമുക്കതിനെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കാം. ഇനി ഹൈ ലെവൽ എൻറിച്ച്മെൻ്റ് ഉണ്ട്. ഹൈ ലെവൽ എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% വരെ ഡെൻസിറ്റി ഉള്ള പിന്നെ U-235 ആണ്. ഇതിന് നമുക്ക് നേവൽ പിന്നെ സബ്മറൈൻ, അതായത് അന്തർവാഹിനി കപ്പലുകൾ, അതിലൊക്കെ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. ഇന്ത്യക്ക് നമുക്ക് പിന്നെ ന്യൂക്ലിയർ നേവി വെസൽസ് ഉണ്ട്. അപ്പോൾ ആ നേവി വെസൽസിന് നമുക്ക് ഫ്യൂവലായിട്ട് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. ഇനിയാണ് കളി മാറുന്നത്. ഇതുവരെ ഓക്കെയാണ്. കളി മാറുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ 90%, അതായത് വെപ്പൺ ഗ്രേഡ് എൻറിച്ച്മെൻ്റ് ഉണ്ട്. ഈ വെപ്പൺ ഗ്രേഡ് എൻറിച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലിറ്ററലി ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ 2 രീതിയിലുള്ള ബോംബ് ഉണ്ടാക്കാം. ഒന്ന് ഫിഷൻ, അതാണ് നമ്മൾ മനുഷ്യരാശി കണ്ടിട്ടുള്ള ബോംബ്, ആറ്റം ബോംബ്. ഇത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ന്യൂക്ലിയർ ഇടിക്കുകയും ഇത് ബ്രേക്ക് ചെയ്യുകയും പിന്നീട് ഒരു ഫിഷൻ റിയാക്ഷൻ ഉണ്ടാവുകയും വലിയ തോതിലുള്ളൊരു ബോംബ് ഉണ്ടാകുകയും വലിയ തോതിലുള്ളൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ വേറൊരു സാധനമുണ്ട്, ഫ്യൂഷൻ റിയാക്ഷൻ. ഈ ഫ്യൂഷൻ റിയാക്ഷൻ്റെ ലോജിക്ക് ആൻഡ് നേച്ചർ ഡിഫറൻ്റ് ആണ്. ഫിഷൻ പിളരുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുന്നതെങ്കിൽ ഫ്യൂഷൻ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുന്നത്. ഈ പിളരുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയുടെ 1000കണക്കിന് മടങ്ങായിരിക്കും കമ്പൈൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി. എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മൾ ഈ ഫ്യൂഷൻ റിയാക്ഷൻ കൊണ്ടാണ് ഹൈഡ്രജൻ ബോംബുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഹൈഡ്രജൻ ബോംബുകളിലെ ഒരു ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രഹരശേഷി മെഷർ ചെയ്യുന്നത് മില്യൺസ് ഓഫ് TNT, മില്യൺ ടൺസ് ഇൻ TNT എന്നാണ്. നമ്മുടെ ആറ്റം ബോംബ്, ഹിരോഷിമയിൽ വീണ ആറ്റം ബോംബിൻ്റെ പ്രഹരശേഷി 15,000 TNT ആയിരുന്നു. ഇത് മില്യൺ ടൺ TNT ആയിരിക്കും ഇതിൻ്റെ പ്രഹരശേഷി എന്ന് പറഞ്ഞാൽ. ടണ്ണല്ല, മില്യൺ TNT ആയിരിക്കും അതിൻ്റെ പ്രഹരശേഷി എന്ന് പറഞ്ഞാൽ. അത്രമാത്രം ഭയങ്കരമാണ്. 1-2 ഹൈഡ്രജൻ ബോംബ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിലും 1ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച മൊത്തം ബോംബുകളെക്കാളും പ്രഹരശേഷി ഈ ഹൈഡ്രജൻ ബോംബിനുണ്ടായിരിക്കും. നിലവിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും അത്രയും ബോംബുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആരും ടെസ്റ്റ് ചെയ്തും നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത്ര ഒഫീഷ്യൽ കൺഫർമേഷനൊന്നും വന്നിട്ടില്ല. ഉണ്ട് എന്നുള്ളത് ഏതാണ്ട് വിശ്വസനീയമായ റിപ്പോർട്ടുകളാണ്. അപ്പോൾ ഇതാണ് ഫ്യൂഷനും ഫിഷനും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഇറാൻ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇറാൻ അവരുടെ ആണവ സമ്പുഷ്ടീകരണ ഫെസിലിറ്റീസ് ഉണ്ട്. മണ്ണിൻ്റെ അടിയിൽ, ഭൂമിക്ക് അടിയിൽ അവർ ബിൽഡ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റി. ആ ഫെസിലിറ്റിയിൽ വളരെ സിമ്പിളായിട്ടൊരു ലോജിക്ക് ഉപയോഗിച്ചാണ് ഇവരിതിൽ നിന്ന് U-235 സ്പ്ലിറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോജിക്കാണ്. നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഈ പാലിൽ നിന്നും പാട വേർതിരിച്ചെടുക്കാൻ എന്ത് ചെയ്യും, അതിങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കട്ടിയുള്ള ഫാറ്റ് ഏറ്റവും മുകളിൽ വരും. നമ്മൾ ആ ഫാറ്റിനെ അതിൽ നിന്ന് എടുക്കും. അങ്ങനെയുള്ള പാലിൽ നിന്ന് പാട എടുക്കുകയും പിന്നീട് ചീസും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, മിൽക്കിൻ്റെ ഫാറ്റ് റിട്രീവ് ചെയ്തതിന് ശേഷം. ഇതേ സെയിം ലോജിക്കാണ് യുറാനിയം റിട്രീവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. യുറാനിയത്തിനെ ഫ്ലൂറൈഡ് ഗ്യാസുമായിട്ട് മിക്സ് ചെയ്ത് യുറാനിയം ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് രൂപത്തിലാക്കും യുറാനിയം ഓറിനെ. ഈ ഗ്യാസിനെ വലിയൊരു സെൻട്രിഫ്യൂഗ് സ്റ്റേഷൻ്റെ അകത്തിട്ട് ഇത് കറക്കുന്നത് ഭയങ്കരമായ സ്പീഡിലാണ്. ഭയങ്കരമായ സ്പീഡെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100,000 റൊട്ടേഷൻസ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിലാണ് കറക്കുന്നത്. എന്ന് വെച്ചാൽ ജെറ്റ് എഞ്ചിൻ്റെ സ്പീഡിനേക്കാളും സ്പീഡിലാണ് ഇത് കറങ്ങുന്നത്. ഇത് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പാലിൻ്റെ അതേ ലോജിക്ക് അവിടെ നടക്കും. U-238 ആറ്റമുകൾക്ക് ഭാരം കൂടുതലാണ് 235 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ U-238 ആറ്റം പതുക്കെ മേലോട്ട് പൊങ്ങി വരും. ഇത് അവിടെ നിന്ന് അബ്സോർവ് ചെയ്ത് മാറ്റും. U-235 ആറ്റം ഭാരം കുറവായതുകൊണ്ട് ഏറ്റവും താഴെ സെറ്റ് ഡൗൺ ചെയ്യും. അതിനെ അവിടെ നിന്ന് റിട്രീവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു യുറാനിയം ഓർ ഉണ്ടാക്കുന്നത്. ഇത് ഒരു സെൻട്രിഫ്യൂഗൽ ഫെസിലിറ്റി ഒന്നുമില്ല, 1000കണക്കിന് സെൻട്രിഫ്യൂഗൽ ഫെസിലിറ്റീസ് ഇങ്ങനെ നിതാന്തമായി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ആവശ്യത്തിനുള്ള യുറാനിയം നമുക്ക് എൻറിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇവർ
വെപ്പൺ സിസ്റ്റം ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒരു പവറിന് വേണ്ടി മാത്രമല്ലേ. ലോകത്ത് നിലവിൽ 9 രാജ്യങ്ങൾക്കാണ് ആണവ സംവിധാനങ്ങൾ, ആണവ വെപ്പൺസ് ഉള്ളത്, ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളത്. അതിൽ 9 രാജ്യങ്ങളും സമാധാനമായ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സമാധാനപരമായ സിറ്റുവേഷനിൽ നിന്നും തുടങ്ങി ആണ് വെപ്പൺ ഗ്രേഡ് സംവിധാനം, വെപ്പൺ ഗ്രേഡ് യുറാനിയം റിട്രീവ് ചെയ്തത്. കാര്യം ഈ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ തിയററ്റിക്കലി നമുക്ക് എൻറിച്ച്ഡ് ആയിട്ടുള്ള, അതായത് 90% എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറാനിയം 235 ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ടെക്നിക്കൽ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചലഞ്ചല്ല, ഇതിന് ടെക്നിക്കൽ മാർഗ്ഗം എന്നാണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം സിമ്പിൾ പ്രോസസ്സാണ് ഇത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ചിലപ്പം വർഷങ്ങളെടുത്തേക്കും. ആ വർഷങ്ങളുടെ അവസാനം ഈ എൻറിച്ച്മെൻറ്റിലുള്ള ഒരു യുറാനിയം നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ സംഭവം. ഇസ്രായേൽ ഇറാൻ്റെ കാര്യത്തിൽ പേടിക്കുന്നതും അതുതന്നെയാണ്. ഇറാൻ ഇന്ന് എനർജി ആവശ്യത്തിന് വേണ്ടി പറഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞാലും നാളെ അവരിതിൽ നിന്നും വെപ്പൺ ഉണ്ടാക്കില്ല എന്ന് എങ്ങനെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പേടി. കാരണം ഇതിൻ്റെ മോണിറ്ററിങ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജിക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ അവർക്കൊന്ന് ചെക്ക് ചെയ്യുകയും അവരുടെ ഈ സിറ്റുവേഷൻസ്, എന്ത് തരത്തിലുള്ള ഓപ്പറേഷനാണ് അവരവിടെ നടത്തുന്നതെന്ന് മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ഇവരിത് ഓപ്പൺ ചെയ്തില്ല, ഹിഡനാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നടക്കുന്ന എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. മാത്രമല്ല പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്വഭാവമുള്ള രാഷ്ട്രങ്ങൾ, തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രങ്ങളുടെ കയ്യിൽ ഇത് വന്നുപെട്ട് കഴിഞ്ഞാൽ അത് പിന്നീടൊരു പ്രശ്നമായി മാറിയേക്കും. കാരണം അവരാർക്ക് വേണോ ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വെപ്പണിനേക്കാളും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണം മാറി ഏതെങ്കിലും മിലിറ്ററി റെജീം ആ ഭരണം ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നുള്ള പേടിയാണ്. ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്ന രാജ്യങ്ങളുടെ എല്ലാം സ്റ്റേബിൾ ഗവൺമെൻറ്റ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്റ്റേബിൾ അല്ലാത്ത ഗവൺമെൻറ്റാണ് ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഉപയോഗിക്കുമെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതാണ് ഈ വെപ്പണിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത്, ഈ സെൻട്രിഫ്യൂഗൽ പമ്പ്സ് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് ഇതിൽ നിന്നും ഓർ എക്സ്ട്രാക്ട് ചെയ്ത് അതിനെ ഇത് ദ്രവ്യത്തിൻ്റെ രൂപത്തിലാക്കി ആണ് ഇത് ബോംബ് ഉണ്ടാക്കുന്നത്. ബോംബ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂട്ടോണിയം 240, പൊളോണിയം 210, ബെറിലിയം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ന്യൂട്രോൺ ജനറേറ്റ് ചെയ്യും. നമുക്ക് ഇത് പൊട്ടണമെങ്കിൽ ഒരു ന്യൂട്രോൺ ആണല്ലോ. ഇത് 3 ഉപയോഗിച്ചിട്ട്, ഇതിൽ 3 ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമ്മളൊരു ന്യൂട്രോൺ ജനറേറ്റ് ചെയ്തതിന് ശേഷം ആ ന്യൂട്രോണിനെ കൃത്യമായിട്ട് ഈ U-235 അകത്തോട്ട് ഹിറ്റ് ചെയ്യും. ഇതൊരു ഫിഷൻ റിയാക്ഷനായി മാറുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ആണവ സമ്പുഷ്ടീകരണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇതിൻ്റെ അകത്തൊരു വലിയ വെല്ലുവിളി എന്താണെന്ന് പറഞ്ഞാൽ ഇറാന് തദ്ദേശീയമായ യുറാനിയം ഓറുള്ള രാജ്യമാണ്. ഇത് വേറൊരു സ്ഥലത്ത് നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട. ഇറാന് ആ ഓറ് അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇഷ്ടംപോലെ ടൺ ഓറുണ്ട് അവർക്ക്. അപ്പോൾ അത് കുഴിച്ച് അവർക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. സോ കംപ്ലീറ്റ് ബ്ലോക്കേഡ് അല്ലാതെ ഇവരിത് ബോംബ് ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഇസ്രായേലിൻ്റെ ഗതിയിൽ പ്രത്യേക മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇവരുടെ സോൺസ് അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കാം, എന്തുകൊണ്ട് ഇറാൻ ഇത് ഉണ്ടാക്കിക്കൂടാ, എന്തുകൊണ്ടാണ് ഇറാൻ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ്റെ ഭരണകൂടം അത്ര സ്റ്റേബിളായ ഒരു ഭരണകൂടമല്ല. ആ റീജിയനിൽ വലിയൊരു കയോസ് സൃഷ്ടിക്കാൻ കാരണമായിരിക്കും ഇത്. കാരണം ഒരുപാട് രാജ്യങ്ങൾ ആ സ്ഥലത്ത് ന്യൂക്ലിയർ വെപ്പൺസ് ഹോൾഡ് ചെയ്യുന്ന ഒരു രാജ്യങ്ങളില്ല. എനിക്കൊന്ന് പാകിസ്ഥാൻ മാത്രമാണുള്ളതെന്ന് തോന്നുന്നു. ആ ഏരിയയിൽ മുസ്ലിം രാജ്യങ്ങൾ, ഇവിടെ മതാധിപത്യ സംവിധാനമുള്ള രാജ്യങ്ങളിൽ വെപ്പൺ ഹോൾഡ് ചെയ്യുന്നത്. പാകിസ്ഥാൻ പിന്നെയും മച്ച് ബെറ്ററാണ് കമ്പയർഡ് ടു ഓൾ ദ അതർ കൺട്രീസ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറാനിയം ഇവരുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, ഇവർ ബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ മെയിൻ റീസൺ. ഇങ്ങനെയാണ് ഈ യുറാനിയം വളരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, വളരെ ഈസി ആയിട്ട് കിട്ടും. അതിനെ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ അകത്ത് കയറ്റിയിട്ട് ഗ്യാഷ്യസ് ഫോമിലാക്കിയിട്ട് അവിടെ നിന്ന് U-238 നമ്മൾ റിട്രീവ് ചെയ്യും. ഇതിൻ്റെ പാക്കേജിങ്, അതായത് എത്രമാത്രം ഡെൻസിറ്റിയിൽ ഇത് പാക്ക് ചെയ്യുമെന്നുള്ളതാണ് ഓരോന്നിനും ഉപയോഗിക്കാനുള്ള റീസൺ. ഇപ്പോൾ അതാണ് ഇതിൻ്റെ ഈ U-235 ഡെൻസിറ്റി പാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 to 5% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ റോഡ്സ് ഉപയോഗിക്കും ന്യൂക്ലിയർ റിയാക്ടറിൻ്റെ അകത്ത്. ഈ കൺട്രോൾ റോഡ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ U-235 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും, 2-3 ന്യൂട്രോൺസും കൂടെ റിലീസ് ചെയ്യുമല്ലോ. ആ റിലീസ് ചെയ്യുന്ന ന്യൂട്രോൺസിന് ഈ കൺട്രോൾ റോഡ്സ് അങ്ങ് അബ്സോർബ് ചെയ്യും.
അതാണ് നമ്മുടെ പിന്നെ ഈ ആണവ റിയാക്ടർ വർക്ക് ചെയ്യുന്നത്. ചെർണോബിളിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫൈറ്റ് റോഡ്സ് പിന്നെ പ്രോപ്പർലി വർക്ക് ചെയ്തില്ല, അബ്സോർബ് ചെയ്തില്ല, വലിയ റിയാക്ഷൻ ഉണ്ടായി. ഗ്രാഫൈറ്റ് റോഡ്സ് വർക്ക് ചെയ്യാനുള്ള റീസൺ പുറകെ ഒരു വലിയ കറപ്ഷൻ സ്റ്റോറി ഉണ്ട്. അതിൻ്റെ വേറൊരു ദിവസം നമുക്ക് ചെർണോബിലിൻ്റെ കഥ പറയുമ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഈ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് കെമിക്കൽ പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട് ബാക്കിൽ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു ലാർജർ ഐഡിയ എങ്ങനെയാണ് യുറാനിയം ശുദ്ധീകരിച്ച് അതിന് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.